നമസ്കാരം. ശംഭു, ഹലോ ഗൈസ് പറഞ്ഞേ. ഗൈസ്, ഇത് ബെൽഗാം ടു കൊച്ചി, ബെൽഗാമിൽ നിന്നും കൊച്ചിയിലേക്ക് ഉള്ള ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ബെൽഗാവിലെ സാമ്പ്ര എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. ഞങ്ങളുടെ കോട്ടയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണിത്. ചെറിയ വഴിയാണ്, ഗ്രാമപ്രദേശം തന്നെയാണ്, ചെറിയൊരു ജംഗ്ഷൻ. ഞങ്ങൾ സാമ്പ്ര ജംഗ്ഷനിലേക്ക് കയറി സിറ്റിയിലേക്ക് പോവുകയാണ്. ഇതാണ് സാമ്പ്ര എയർപോർട്ട്, ബെൽഗാം എയർപോർട്ട്. കർണാടകയിലെ ഒരു ചെറിയ എയർപോർട്ടാണിത്. നമ്മുടെ സിയാൽ പോലെ അത്ര വലിയ എയർപോർട്ടൊന്നുമല്ല, ഒരു ചെറിയ എയർപോർട്ട്. ഇപ്പോൾ സമയം 12:45 ആയിട്ടുണ്ട്. ഞങ്ങൾ സാമ്പ്രയിൽ നിന്നും ബെൽഗാമിലെത്തി. സിറ്റി വഴി ഞങ്ങൾ റോട്ടിൽ കയറി. ഇതാണ് വിധാൻസഭ, അതായത് കർണാടകയുടെ സെക്രട്ടേറിയറ്റ്. കർണാടക 2 സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഇത് നോർത്ത് കർണാടക സ്ഥിതി ചെയ്യുന്നത് ബെൽഗാവിയിലാണ്. വിധാൻസഭ എന്നറിയപ്പെടും, സുവർണ വിധാൻസഭ. മുന്നോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു ഹോട്ടലാണിത്, ഹോട്ടൽ ഭാരത് പാലസ്. ഇതിൻ്റെ പ്രത്യേകത, ഈ ഹോട്ടൽ ഒരു മലയാളി ചേട്ടൻ്റെയാണ്. നല്ല ഹോട്ടലാണ്, ഞങ്ങളിലേക്ക് കയറാറുണ്ട്. ഇത് കർണാടക ഹൈക്കോടതിയാണ്. ഇതെല്ലാം ഞങ്ങൾ പോരുന്ന വഴിക്കാണ്. ഞങ്ങൾ കൊച്ചിയിലേക്ക് പോരുന്ന വഴിക്കുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ ഈ വഴി ഹൂബ്ലി വഴി കറങ്ങി വരുന്ന വഴിയാണ്, പക്ഷെ നമ്മൾ ഷോർട്ട് കട്ട് പിടിക്കുവാണ്. നമ്മൾ ഫ്ലൈ ഓവർ വഴി താഴേക്ക് ഇറങ്ങി, ഫ്ലൈ ഓവറിൻ്റെ അണ്ടർപാസാണ്. ഈ വഴിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹൂബിൾ ടച്ച് ചെയ്യാണ്ട് നമ്മൾ പോരുവാണ്. വഴിക്ക് പശുക്കൾ, കാളകൾ, പട്ടികളൊക്കെ വട്ടം ചാടിയെന്ന് വരും, ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഒരു വില്ലേജ് ആംബിയൻ്റ് ഉള്ള റോഡാണിത്. വണ്ടികളെ കുറവാണ്, ദൂരം കുറച്ച് കുറവാണ്. അവിടുത്തെ പ്രത്യേകത കണ്ടോ, 2 സൈഡിലും മരങ്ങൾ റോഡിലേക്ക് വളഞ്ഞ് നിൽക്കുവാണ്. ഇത് ബൈക്കിനൊക്കെ പോയാൽ പോലും നമുക്ക് ഒട്ടും വെയിലൊന്നും മേത്ത് അടിക്കില്ല. അങ്ങനെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ വില്ലേജ് ഭംഗി ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ആ വില്ലേജ് കൂടി പോകുമ്പോൾ ഒരു കേരള വണ്ടി കണ്ടു. ഇത് ആ വണ്ടിയാണ്. ഇങ്ങനത്തെ കേരള വണ്ടി ഈ നോർത്ത് കർണാടക ഭാഗത്ത് കാണുമ്പോൾ സന്തോഷം ആണ് നമുക്ക്. നമ്മൾ വില്ലേജിൽ നിന്നും തിരിച്ച് വീണ്ടും മെയിൻ റോഡിലേക്ക് കയറി. ഇതാണത്. ഇത് നമ്മൾ വീണ്ടും മെയിൻ റോഡിലാണ്. ഇത് കൊണ്ട് സൈഡിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും കേട്ടോ. ഓരോ സാധനങ്ങൾ, പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ വിൽക്കാൻ വെച്ചേക്കണത്. നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പയ്യെ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഈ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ് ഏകദേശം. ഫോറസ്റ്റ്, ഇടയ്ക്ക് ചെറിയ വില്ലേജ്, വീണ്ടും ഫോറസ്റ്റ്, അങ്ങനത്തെ ഒരു റൂട്ടാണിത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ എത്ര വട്ടം വന്നാലും മടുക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ വഴിക്ക് അത്യാവശ്യം വേഗത്തിൽ പോരുകയും ചെയ്യാം. ഓപ്പോസിറ്റൊക്കെ വണ്ടികൾ വളരെ കുറവായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ നല്ല പശുക്കൾ, അതുപോലെ ചിലപ്പോൾ വന്യമൃഗങ്ങളൊക്കെ വട്ടം ചാടും. പക്ഷേ ഈ ഉച്ച സമയത്തൊക്കെ വന്യമൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. വെളുപ്പാങ്കാലത്തോ കുറച്ച് രാത്രിയൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം. ആ ഫോറസ്റ്റിൻ്റെ ഇടയ്ക്ക്, ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്നൊരു ചെറിയൊരു സിറ്റി, എല്ലാപ്പൂർ എന്ന് പറയും. ഇവിടെ അത്യാവശ്യം മലയാളി ഫുഡ് കിട്ടും കേട്ടോ. ഈ വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കയറാൻ പറ്റിയ 1-2 ഹോട്ടൽസൊക്കെ ഈ ഭാഗത്തുണ്ട്. അത്യാവശ്യം നമുക്ക് ഐറ്റംസ്, വരെ ഫ്രൂട്ട്സ് വാങ്ങിക്കാനോ റിഫ്രഷ്മെൻറ്റിനൊക്കെ നമുക്ക് യൂസ് ആവും. ഇതൊരു മലയാളി ഹോട്ടലാണ്. ഹോട്ടൽ മലബാറിനാണ് ഹോട്ടലിൻ്റെ പേര് തന്നെ. ഇത് യാന അങ്കോള റൂട്ടാണ് കേട്ടോ. അപ്പോൾ യാന കേവ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് പോകുന്നതാണ്. ഈ എല്ലാപ്പൂർ കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് കയറിയാൽ പിന്നെ അങ്ങോട്ട് ഏകദേശം ഗോകർണം വരെ അത്യാവശ്യം നല്ല ഇറക്കമാണ്. ഇറക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഘട്ട് റോഡാണ്, ഒരു ചുരമാണിത്. അറബിൽ ചുരം എന്ന് പറയും. അപ്പം ആ ചുരമാണ് നമ്മളിപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല ഹെയർ പിൻ വളവുകളും താഴ്ചയുള്ള സൈഡ് ഭാഗങ്ങളൊക്കെയാണ്. ശ്രദ്ധിച്ച് പോകേണ്ട റൂട്ടാണ്. വളരെ പയ്യാണ് പോകുന്നത്. ഞങ്ങൾ വഴിക്ക് പോകുമ്പോൾ പല സമയത്തും അപകടങ്ങൾ കാണാറുണ്ട്. രാത്രിയിലൊന്നും തന്നെ പോകാൻ അത്രയും നല്ല വഴിയല്ല ഇത്. കാരണം വളരെ വിജനമായ ഏരിയ ആണ്. വണ്ടികൾ അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല. സഹായമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഈ വലിയ വലിയ ലോറികൾ, ചിലം കയറി വരുന്ന ലോറികളൊക്കെ വരുന്ന വഴിയാണ്. ഇത് ഇടകുണ്ടി എന്ന് പറയുന്നൊരു സ്ഥലം, ഈ ഓൺ ദ വേ ആണ്. ഈ എല്ലാപ്പൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ചെറിയ ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇടകുണ്ടിയാണ്. ഇവിടെയും ചെറുതായിട്ടൊക്കെ വണ്ടി എന്തെങ്കിലും കമ്പനി വണ്ടി നന്നാക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നല്ല ഹെയർ പിൻ വളവുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി അങ്ങോട്ട് ആദ്യം കണ്ടൊക്കെ കൂടുതൽ കുറച്ച് ഡേഞ്ചറായ വഴികളെന്ന് പറയാം. നല്ല ലാൻഡ് സ്ലൈഡൊക്കെ, വാണിംഗ് എപ്പോഴും പറ്റില്ല. നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇന്ന നിരപ്പിലൊക്കെ നമുക്ക് തൊട്ട് മുന്നേ ഒക്കെ മണ്ണിടിഞ്ഞ് പോകുന്ന ചെടികളൊക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ റൂട്ടാണിത്. ഇവിടെ നല്ല ശക്തമായ രീതിയിലുള്ള മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ അപകടങ്ങൾ ഇവിടെയൊക്കെ വാണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും ഡ്രൈവർമാർ ഉറക്കം ഒളിച്ചൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി ആക്സിഡൻറ്റ്സ്, വണ്ടികൾ മറിഞ്ഞു വീഴുന്ന
വളവിൽ വീഴ്ചയ്ക്കാണ്ടൊക്കെ ചെരിഞ്ഞ് വീഴുന്നതുമൊക്കെ ആയ സംഭവങ്ങൾ ഒത്തിരി ഇവിടെ നടക്കാറുണ്ട്. ഞങ്ങൾ തന്നെ പലതവണ പല ആക്സിഡൻറ്റുകളും നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മണ്ണിടിച്ചിൽ മഴക്കാലത്തൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. അല്ല മണ്ണൊക്കെ ശരിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ലൈവായിട്ട് കുറച്ച് മുന്നേ ഒഴിഞ്ഞു പോകുന്ന മണ്ണുകളാണ്. അപ്പം ശ്രദ്ധിച്ച് വരേണ്ട ഒരു വഴിയാണിത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല മഴയിൽ കൂടി ഒരു ചുരം ഇറങ്ങി വരുന്ന ഫീലൊക്കെ ശക്തമായ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. ഇവിടുത്തെ ലാൻഡ് സൈഡിൻ്റെ വാണിങ്ങൾ ഒക്കെ അതുപോലെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ട്രാഫിക് വേണം എന്നുള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ വലിയൊരു വളവാട്ടോ. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ട വളവാണ്. ഈ വളവിൽ വണ്ടി വീശി കിട്ടിയില്ല, നേരെ അടിച്ച് കെട്ടി കിടക്കുവാണ് റോഡിൻ്റെ സൈഡിലേക്ക്. ഒരു ലോഡും വലിയ ലോഡും വണ്ടിയാണത്, മറഞ്ഞു കിടക്കുവാണ്. അത് ശരിക്കും എന്തൊരു അപകടം പറ്റി, ഇപ്പോൾ പറ്റിയ അപകടമാണ്. തൊട്ട് മുന്നേ ശ്രദ്ധിച്ച് ഓടിക്കേണ്ട വളവുകളാണ്. എന്തായാലും ഞങ്ങൾ ശ്രദ്ധിച്ചാണ് മാക്സിമം വരുന്നത്, വണ്ടി അടയ്ക്കുന്നത് ചവിട്ടി നിർത്തിയിട്ടൊക്കെ. പിന്നെ കൂടുതൽ ഈ കുരങ്ങുകൾ, ചെറിയ ചെറിയ കാട്ടുജീവികളൊക്കെ ഓട്ടം ചാടും. നമ്മൾ അതുകൊണ്ടൊക്കെ ശ്രദ്ധിച്ച് വരേണ്ട വഴിയാണിത്. കാണാൻ നല്ല ഭംഗിയാണ്. വീട്ടിലെങ്കിലും ഈ വഴി പോകുന്നത് ശരിക്കും ഒരു സന്തോഷം ഉണ്ടാവും. ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ട് ഈ ഫോറസ്റ്റ്. 100 കിലോമീറ്റർ നമ്മൾ ശ്രദ്ധിച്ച് ഇറങ്ങണം. ഇതിൻ്റെ ചുരമെല്ലാം കഴിയുമ്പോൾ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് ഐശ്വര്യപ്പെട്ട അമ്പലം. അങ്ങോട്ട് പോകുമ്പോൾ ഈ അമ്പലം ആണ് ചുരം തുടങ്ങുമ്പോൾ ഉള്ളത്. ചുരത്തിൻ്റെ താഴെ അമ്പലം. നമ്മളിത് കഴിഞ്ഞ് മുന്നിലേക്ക് പോരുമ്പോൾ കാടിൻ്റെ താഴെയായിട്ട് ഒരു കേരള ഹോട്ടലുണ്ട്. നമ്മുടെ കേരള ഫുഡ് കിട്ടുന്നതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് കയറിയിട്ടില്ല. എന്തായാലും കാണുമ്പോൾ ഒരു നല്ലൊരു ഹോട്ടലാണ്. വെൽക്കം ടു കൊച്ചി യാത്രയുടെ ഫസ്റ്റ് പാർട്ടാണ് ഇത്. രണ്ടാം പാർട്ട് ഇതിൻ്റെ അടുത്ത സെക്ഷനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നത് അതും കൂടി കാണുക.